കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി തന്റെ ഭാര്യയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ തനിക്ക് കുറ്റബോധമെന്ന് ഷൈനയുടെ ഭർത്താവ് തൊടുപുഴ സ്വദേശി നോബി ലൂക്കോസ്. അറസ്റ്റിലായ നോബി വളരെയധികം കുറ്റബോധത്തോടെയുള്ള വാക്കുകൾ ഇടറിയാണ് സംസാരിച്ചതെന്ന് ഏറ്റുമാനൂർ പോലീസ് പറഞ്ഞു. തന്റെ ഭാര്യയും മക്കളോടും താൻ ചെയ്തത് വളരെ വലിയ ദ്രോഹമായിരുന്നു. ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തല കുമ്പിട്ടിരുന്ന് വിങ്ങുകയായിരുന്നു നോബി എന്നാണ് ഏറ്റുമാനൂർ പോലീസ് പറഞ്ഞത്. തൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ച് ഭാര്യയും 2 മക്കളും നഷ്ടമായി. അതിൻ്റെ കടുത്ത വേദനയിൽ തന്നെയാണ് താനെന്ന് അയാൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. പോലീസ് നോബിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തത് താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്ന കാര്യം പോലീസ് മുമ്പാകെ ഏറ്റുപറഞ്ഞു. ഞാൻ മർദ്ദിച്ചതായും സമ്മതിച്ചു. ഇതോടുകൂടിയാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത്. നോബിക്കെതിരെ കരിങ്കുന്നം പോലീസിലും നിലവിൽ കേസുണ്ട്. തൊടുപുഴ സ്റ്റേഷനിൽ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നില്ല എന്നതടക്കം കേസുണ്ട് എന്നാണ് അറിയുന്നത്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇയാളുടെ സഹോദരനായ ഓസ്ട്രേലിയയിലുള്ള ഫാദർ ബോബി ചെറയലിനെതിരെ കേസെടുക്കുകയുള്ളെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നോബിക്കെതിരെ ഗാർഹിക പീഡന കുറ്റവും അടക്കം കൂടുതൽ വകുപ്പുകളും ചുമത്തിയെന്നാണ് സൂചന. യുവതിയുടെ ഭർത്താവിൻ്റെ മൊഴി വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഷൈനി മരിക്കുന്നതിന് തലേദിവസം നോബി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നെന്നാണ് മൊഴി. നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് തൊടുപുഴ പോലീസ് വീട്ടിലെത്തി നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷനിലെത്തിച്ച് 3 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചത് തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി നോബി മൊഴി നൽകി. ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിലുണ്ടായിരുന്നത്. പ്രകോപനമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായി മറുപടി നൽകിയിട്ടില്ല. എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്നും കണ്ടെത്താൻ പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും. പ്രകോപനമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായി മറുപടി നൽകിയിട്ടില്ല. എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്നും കണ്ടെത്താൻ പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ഇരുവരുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബക്കോടതിയിൽ നിലനിൽക്കുകയാണ്. നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി.